നമസ്കാരം. എല്ലാവർക്കും കുമാർ കണക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വ്യാഴത്തിന്റെ രാശിമാറ്റം കൊണ്ട് ജീവിതത്തിൽ അത്യുന്നതികൾ അല്ലെങ്കിൽ സമ്പന്ന പെരുമഴ വരാൻ പോകുന്ന ഒരു രാശിക്കാരാണ് ഇടവം രാശിക്കാരെന്ന് പറയുന്നത്. കാർത്തിക, രോഹിണി, മകയിരത്തല ചേർന്ന ഈ രാശിക്കാർക്ക് വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദുരിതങ്ങളും മാറി ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും സമൃദ്ധിയും എല്ലാം വരുന്ന കാലഘട്ടം തന്നെയാണ്. പ്രത്യേകിച്ച് ഇവർക്ക് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ശനി വളരെയധികം മോശം വിതച്ചുകൊണ്ട് 10ാം ഭാവത്തിലായിരുന്നു നിലകൊണ്ടിരുന്നത്. 10ാം ഭാവം എന്ന് പറയുന്നത് ജ്യോതിഷപ്രകാരം കർമ്മഭാവമാണ്. അവിടെ കണ്ടകനായി നിന്നിരുന്ന ശനി ഇവർക്ക് ജോലിയിൽ കുറേ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഉദ്ദേശിച്ച പോലെ ജോലി ലഭിക്കാത്ത അവസ്ഥ, സാമ്പത്തികപരമായിട്ട് ഉയർച്ച ഉണ്ടാകാത്ത അവസ്ഥ, അതുപോലെ തന്നെ പ്രൊമോഷൻ കാത്തു നിന്നിരുന്നവർക്കൊക്കെ വളരെയധികം മോശപ്പെട്ട ഒരു സമയം തന്നെയായിരുന്നു കഴിഞ്ഞ മാർച്ച് 29 വരെ. കൂടാതെ വ്യാഴവും 12ാം ഭാവത്തിലും ജന്മത്തിലുമായിരുന്നു കഴിഞ്ഞ 2 വർഷക്കാലമായിട്ടുണ്ടായിരുന്നത്. 12ാം ഭാവത്തിൽ നിന്നിരുന്ന ആ ഒരു വ്യാഴം ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തുടർന്ന് വന്ന ജന്മത്തിലെ വ്യാഴവും ഇവർക്ക് ശാരീരിക മാനസികമായിട്ടുള്ള പല പ്രയാസങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഇടവൻ രാശിക്കാർക്ക് വളരെയധികം മോശപ്പെട്ട ഒരു കാലഘട്ടം തന്നെയായിരുന്നു കഴിഞ്ഞു പോയിരിക്കുന്നത്. ഇവിടെ മെയ് 14 മാറിയ വ്യാഴം ഏകദേശം ഒരു മാസം ആകുമ്പോഴാണ് കൂടുതൽ ഫലങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ ജൂൺ മാസത്തിന്റെ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യാഴം വളരെ അനുകൂല സ്ഥാനത്തേക്കാണ് ഇവർക്ക് മാറിയിരിക്കുന്നത്. ഏകദേശം 12 വർഷങ്ങൾക്ക് ശേഷമാണ് 2ാം ഭാവത്തിലേക്ക് ധനസ്ഥാനത്തേക്ക് വ്യാഴം വന്നിരിക്കുന്നത്. കൂടാതെ ഇടവം രാശിക്കാർക്കുള്ള വേറൊരു ഗുണം എന്തെന്നാൽ 30 വർഷങ്ങൾക്ക് ശേഷം ശനി മീനൻ രാശിയിൽ വന്നത് ഇവർക്ക് 11ാം ഭാവത്തിലേക്കാണ്. 11ാം ഭാവം എന്ന് പറയുന്നത് ജ്യോതിഷപ്രകാരം ലാഭസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ധനപരമായ നേട്ടങ്ങൾ തരുന്ന വ്യാഴവും സാമ്പത്തിക ഉന്നതി തരുന്ന ശനിയും കൂടി ചേർന്ന് ഇവർക്ക് ജീവിതത്തിൽ വളരെയധികം ഉയർച്ച തരാൻ പോകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം പ്രയോജനപ്പെടുത്തണം. ജോലിയിൽ അപ്രതീക്ഷിതമായ ഉയർച്ചകളൊക്കെ പ്രതീക്ഷിക്കുന്ന സമയമാണ്. മേലുദ്യോഗസ്ഥരുടെ ഇടയിൽ നിന്നും വളരെ അനുകൂലമായ നടപടികൾ ഉണ്ടാവും. ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥാന മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. കുടുംബത്തിൽ സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം, പല രീതിയിൽ പണം നിങ്ങളെ തേടിയെത്തുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാവും. കുറേ വർഷങ്ങളായിട്ട് സ്ഥലം വാങ്ങിയിട്ട് ഗൃഹം നിർമ്മിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഗൃഹമൊക്കെ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ വാഹനങ്ങളൊക്കെ നല്ല ഉയർന്ന ലക്ഷറി വാഹനങ്ങളൊക്കെ വാങ്ങാനുള്ള യോഗവും കാണുന്നുണ്ട്. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്ന സമയമാണ്. കുട്ടികളുണ്ടാകാത്തവർ കുട്ടികളുണ്ടാവും. അങ്ങനെ എല്ലാ തരത്തിലും വ്യാഴവും ശനിയും ഇത്ര അനുകൂലമായ ഒരു അവസ്ഥ ഇനി വരണമെങ്കിൽ ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷമാണ്. കൂടാതെ ദശാഫലം നോക്കുമ്പോൾ രാഹുവിന്റെയും കേതുവിന്റെയൊക്കെ അപഹാരമുള്ളവർക്ക് മാത്രം ചെറിയ രീതിയിൽ പ്രശ്നം ഉണ്ടായേക്കാം. അവർക്കും ചെറിയ രീതിയിലൊക്കെ വഴിപാടുകൾ കഴിച്ചു പോവുകയാണെങ്കിൽ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവും. പ്രത്യേകിച്ച് വ്യാഴം അല്ലെങ്കിൽ വിഷ്ണു, കൃഷ്ണൻ മുഖ്യപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി 4 പ്രദക്ഷിണം ചെയ്ത് നമ്മളെ കൊണ്ടാകാവുന്ന വഴിപാടുകളൊക്കെ ചെയ്താൽ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്.